ഹായ് ഗായ്സ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. ഇറ്റ്സ് മീ രാഹുൽ ദേവ്. ഐ എം യുവർ എക്കണോമിക്സ് ഫാക്കൽറ്റി. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മാക്രോ എക്കണോമിക്സിലെ 4th ചാപ്റ്ററിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്: അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്തായിരുന്നു? ഇൻകം ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. എക്സാമിന് ഒരു 7 മാർക്ക് വെയിറ്റേജ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കൺസംഷൻ, നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. സോ നമ്മളുടെ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ഇനി പർച്ചേസ് ചെയ്യാൻ മാത്രമാണോ നമ്മൾ വരുമാനം ഉപയോഗിക്കുന്നത്? അല്ല, മറിച്ച് ഒരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ വരുമാനത്തിനെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, അല്ലേ? വരുമാനത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻകം എന്ന് പറയാം. നമ്മുടെ വരുമാനത്തിന് ഇൻകം എന്ന് പറയാം. കൺസംഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? സി എന്ന് വെച്ചിട്ടാണ്. സി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു 100 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ട്. 100 രൂപ എനിക്കൊരു ഇൻകം ഒരു ദിവസം ഉണ്ട്. അതിൽ 50 റുപ്പീസ് ഞാൻ എന്ത് ചെയ്തു? കൺസംഷന് വേണ്ടി യൂസ് ചെയ്തു. ബാക്കി 50 റുപ്പീസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ വരുമാനത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, മാറ്റി വെക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും. എന്താ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് വരുന്ന ഡിമാൻഡാണ്. നമ്മൾ അറിയാം, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു ബൈ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. എനിക്ക് വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ വാങ്ങാൻ പ്രാപ്തനാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, ഡിസയർ ഉണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ഡിമാൻഡ് എന്ന് പറയാം. ഇനി ഡിമാൻഡ് ഉണ്ട് മീൻസ് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ എനിക്ക് അതിനെ ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് 3 പേരും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഡിമാൻഡ് ആവുന്നത്. സോ അങ്ങനെ ടോട്ടലി എക്കണോമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മേൽ വരുന്ന ആ ഡിമാൻഡ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഡിസയർ ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഡിമാൻഡ് ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മൊത്തം ഡിമാൻഡ്, അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ടോട്ടൽ ആണ്. Or refers to the total quantity of goods and services that household, ആരൊക്കെ ആവാം? ഹൗസ് ആവാം, ബിസിനസ് ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ആൻഡ് ഫോറിൻ ബയേഴ്സ് are willing and able to purchase in an economy at different price levels. ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽസിൽ ഒരു എക്കണോമിയിൽ ആരൊക്കെ ആവാം? എക്കണോമിയിലുള്ളവരാണ് ഇവിടെ പറയുന്നിട്ടുള്ളത്. ഗുഡ്സ് ആൻഡ് സർവീസിലുള്ള ഒന്ന് ഹൗസ് ഹോൾഡ് ആവാം, ദെൻ ബിസിനസ് ഓർഗനൈസേഷൻ ആവാം, ഗവൺമെന്റ് ആവാം, ഫോറിൻ ബയേഴ്സ് ആവാം. ഇവരൊക്കെ എന്ത് വാങ്ങുന്നവരാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നവരാണ്. ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് ഇവിടെ നമ്മൾ കീ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അതാണ് ഇവിടെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ എക്കണോമി. ആരൊക്കെ വാങ്ങുന്നതാവാം? അത് നമ്മളെല്ലാവരും, കൺസ്യൂമേഴ്സ് ആവാം, ഹൗസ് ഹോൾഡ് ആവാം, ദെൻ ബിസിനസ് ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ്, ദെൻ ഫോറിൻ ബയേഴ്സ്, ഇവരൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസ്, വ്യത്യസ്തമായിട്ടുള്ള വിലകളിൽ എല്ലാ കാര്യങ്ങളും എന്തുണ്ട്? അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻകത്തിനെ നമ്മൾ എങ്ങനെ മാറ്റിയിട്ടുള്ളത്? ഇൻകം നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് y ഈക്വൽ ടു സി പ്ലസ് എസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. y നമ്മൾ ഇൻകം ആക്കി വെച്ചിട്ടുണ്ട്. y എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഇൻകം എന്ന രീതിയിലാണ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകം ആയിരിക്കും. സി എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ വരുമാനം യൂസ് ചെയ്യുന്നുണ്ട്, സേവിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വരുമാനം യൂസ് ചെയ്യുന്നുണ്ട്. സോ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ. ഓക്കെ, ദെൻ എസ് ഉണ്ട് അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ സേവിങ്സ് ആണ്. സേവിങ്സ്. അപ്പം 3 രീതിയിൽ നമ്മൾ വരുമാനം മാറ്റി വെച്ചു പോകുന്നു. വരുമാനം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, y ഈസ് ഈക്വൽ ടു ഇൻകം, ദെൻ സി ഈക്വൽ ടു കൺസംഷൻ, ദെൻ എസ് ഈക്വൽ ടു സേവിങ്സ്. ഈ സാധനം നിങ്ങൾ ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻകത്തിനെ ഡിനോട്ട് ചെയ്തത് ഇങ്ങനെയാണ്: y ഈക്വൽ ടു സി പ്ലസ് എസ്. ക്ലിയർ ആണ്? ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഓരോ ഇക്വേഷൻസ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരാൻ. ഏതിലേക്ക് എത്താൻ? അഗ്രിഗേറ്റ് ഡിമാൻഡിലേക്ക് എത്താൻ. ഇനി നമുക്കറിയാം, ഡിമാൻഡ് ഉണ്ട്, സാധനങ്ങൾ വാങ്ങാനുള്ള ഡിമാൻഡ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ദെൻ അതുമാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് കൂടി ഇതിൽ വരാനുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഐ ബാർ ആൻഡ് സി ബാർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വാങ്ങാൻ, സാധനം ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാനുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ പണമില്ല. എന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓട്ടോണമസ് കൺസംഷൻ.
ക്ലിയർ ആണോ? അതിനെ നമ്മൾ സി ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. പണമില്ലാത്ത സമയത്ത് നമ്മൾ വാങ്ങുന്ന പർച്ചേസ് ഉണ്ട്, നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പണത്തിൽ നിന്നാവാം നമ്മൾ ചിലപ്പോൾ ചൂസ് ചെയ്യുന്നത്, അതിനെ നമ്മൾ സി ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫേംസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അപ്പോൾ അതൊക്കെ വരികയാണെങ്കിലും നമ്മൾക്ക് ഐ ആൻഡ് ഐ ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിന് നമുക്ക് ഐ ബാർ എന്നും ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഈ സി ബാറും ഐ ബാറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾക്ക് അതിനെ എ ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് ഇക്വേഷൻ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഈ സി ബാറും ഐ ബാറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ എ ബാർ എന്ന് പറയാം, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും. ഓക്കെ അല്ലേ? ഇപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ മീനിങ് മാത്രം ഓർത്ത് വെക്കുക. എന്തായിരുന്നു? ടോട്ടൽ ഡിമാൻഡ്, എക്കണോമിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ ഡിമാൻഡിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ, അതായത് സി എന്ന് പറയുന്നത് കൺസംഷൻ ആണ്. 2 കോമ്പണൻസ് ആണുള്ളത്, 2 കോമ്പണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ 2 കോമ്പണൻസ് ഏതൊക്കെയാണ്? ഒന്ന് കൺസംഷൻ ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്. കൺസംഷനിൽ തന്നെ രണ്ട് രീതിയിൽ നമ്മൾ പറയും, ഒന്ന് ഓൾറെഡി കൺസംഷൻ, ദെൻ സി ബാർ ആണ്. സി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ലാത്ത സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ സി ബാർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഐ ബാറും ഇതേപോലെ തന്നെ വരും, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഐ ബാർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോമ്പോണൻസ് ആണ് ആരുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ വരുമ്പോൾ എന്ത് വരും? ടോട്ടൽ ഡിമാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു, ഇനി നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഏതാ? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ എന്നുള്ള ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു y ഈക്വൽ ടു സി പ്ലസ് ഐ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺസംഷൻ കാണാൻ പറയും. സി കൺസംഷൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? സി ഇൻറ്റു വൈ ആണ് ഇവിടെ വരിക. ഓക്കെ അല്ലേ? സി ഇൻറ്റു വൈ, അതായത് എന്താ അതിൻ്റെ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾക്ക്? സി ഇൻറ്റു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ സി ആയിരിക്കും. ഈ സി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ സി ആയിരിക്കും. ഇതാണ് എം പി സി എന്ന് പറയുന്നത്. എം പി സി എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ എത്രയാണോ ഞാൻ കൺസ്യൂം ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാധന സേവനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട്, അതിനെയാണ് എം പി സി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്മോൾ ലെറ്റർ സി. ഓക്കെ, അപ്പോൾ ഇത് ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ കൺസംഷൻ ആണ് എന്ത്? ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്മോൾ ലെറ്റർ സി എന്താണ്? എത്രയാണ്? അപ്പോൾ 100 രൂപ വരുമാനത്തിൽ 50 രൂപയ്ക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണെന്ത്? ഈ എം പി സി എന്ന് പറയുന്നത്. അതിനെയാണ് സ്മോൾ ലെറ്റർ സി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻകം, ടോട്ടൽ ഇൻകം എനിക്ക് എത്രയാണ്? 100 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സാമ്പിളിൽ. ആ 100ൽ എത്രയാണ് എം പി സി? ഇപ്പോൾ 0.5 ആണ് എം പി സി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 ഇൻറ്റു 0.5 ചെയ്യുന്നു എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് ഞാൻ എത്രയാണ് കൺസംഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? ഈ അതായത് 50 കിട്ടും. ആ 50 ആണല്ലോ ഞാൻ എന്തിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്? പർച്ചേസ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി 50 ഉണ്ട്, ഒരു 50 ഞാൻ പർച്ചേസിനായിട്ട് മാറ്റി വെച്ചു കൺസംഷന്. ബാക്കി എൻ്റെ 100ൽ ബാക്കി 50 രൂപ കൂടി ഇല്ലേ, അത് ഞാൻ സേവിങ്സിനാക്കി വെക്കും. അപ്പോൾ സേവിങ്സിലേക്ക് വരുമ്പോൾ എന്താവും? ഈ എം പി സി എന്ന് മാറിയിട്ട് അത് എം പി എസ് എന്നാവൂലേ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എം പി എസ് ആവും, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ എം പി സിയും എം പി എസും തമ്മിലുള്ള വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം പി സി എന്ന് പറയുന്നത് 0യുടെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. അതുപോലെ തന്നെ എം പി എസും ഈ 0യുടെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യ ആവും. എന്നാലല്ലേ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. ഇനി ഇതൊക്കെ ആൻസർ കിട്ടി, നമുക്ക് എം പി സി കിട്ടി. എം പി സി ഇപ്പോൾ ഒരു 0.2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, 0.2 ആണെങ്കിൽ എം പി എസ് എത്രയാവും? 1ൽ നിന്ന് എന്ത് കുറച്ച് കൊടുക്കണം? എം പി സി കുറച്ച് കൊടുത്താൽ മതി. കാരണം ഡിഫറൻസ് എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. എങ്ങനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും 2ൻ്റെയും വാല്യൂ 1 ആണ് കിട്ടുക. അപ്പോൾ 1ൻ്റെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 0.2 ആണ് എം പി എസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1ൽ നിന്ന് എം പി സി കുറച്ച് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ എം പി എസ് കുറച്ച് കൊടുത്താൽ പോരെ. ഓക്കെ അല്ലേ? അപ്പോൾ എം പി സി എന്ന് പറയുന്നത് 0.2 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് തരാം. ക്വസ്റ്റ്യനിൽ 0.2 തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയും എം പി എസ് ഫൈൻഡ് ചെയ്യാൻ പറയും. എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് കണ്ടാൽ പോരെ. ഈ 2 അല്ലേ 0.2, അപ്പോൾ 1 മൈനസ് 0.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.8 കിട്ടും. അപ്പോൾ അതാണ് എന്ത്? സേവിങ്സ് ആക്കി വെച്ചിട്ടുള്ളത്, എം പി എസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി എത്രയാണോ ആക്ച്വൽ എമൗണ്ട് സേവിങ്ങിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? എത്രയാണോ നമ്മുടെ വരുമാനം, അപ്പോൾ 100 ആണെങ്കിൽ 100 രൂപയാണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 80 കിട്ടും.
8 ഞാൻ സേവ് ചെയ്തു, ബാക്കി 20 റുപ്പീസ് ഞാൻ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഇതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചാലേ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡിലേക്ക് എങ്ങനെയാണ് ഈക്വേഷൻ വന്നത് എന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ CY നമ്മൾ ഓൾറെഡി ആദ്യം പഠിച്ചു. ഇതാണ് കൺസംഷൻ. CY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ ആണ്. അതിൽ സ്മോൾ ലെറ്റർ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPC ആണ്. ക്ലിയർ. ദെൻ Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള വരുമാനം എത്രയാണ്? 100 രൂപയാണ് എൻ്റെ വരുമാനം എന്നുണ്ട്. അതിൽ 0.5 ആണ് എന്ത് MPC തന്നിട്ടുള്ളത് എങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് ഞാൻ എത്രയാണ് കൺസംഷന് വേണ്ടി മാറ്റി വെച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ AD ഈക്വൽ ടു, ഇനിയാണ് നമ്മളുടെ ഈ ഇക്വേഷൻ പഠിക്കേണ്ടത്. AD ഈക്വൽ ടു CY. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കൺസംഷന് വേണ്ടി മാത്രമുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. കൺസംഷൻ വരുമാനം ഉള്ളപ്പോൾ മാത്രമല്ല നടക്കുക, വരുമാനം ഇല്ലാത്തപ്പോഴും നമ്മൾ ആരെ പരിഗണിക്കുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ വാങ്ങുന്നുണ്ട്. അതാണ് അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ള ഈ C ബാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കൺസംഷൻ വരുമാനം ഇല്ലാത്തപ്പോഴും നമ്മൾ സാധനം വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന് I ബാർ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ അതുകൂടി കൂടി കഴിഞ്ഞാലേ നമ്മൾക്ക് എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ ആയിട്ടുള്ള ഡിമാൻഡ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? പണം ഇല്ലാത്തപ്പോഴും നമ്മൾ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലേ? ടോട്ടൽ ഡിമാൻഡിൽ എന്താണ്? ഈ ഗുഡ്സ് ആൻഡ് സർവീസ് കൂടി നമ്മൾ പരിഗണിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ആരെ കൂടി പരിഗണിക്കണം? പണം ഇല്ലാത്തപ്പോൾ വാങ്ങുകയാണെങ്കിൽ അതുകൂടി പരിഗണിക്കണം. അതായത് കറന്റ്ലി അപ്പോൾ വരുമാനം ഉണ്ടാവില്ല, സേവിങ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ എമൗണ്ട് വന്നപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൂടി നമ്മളുടെ ഈ ഡിമാൻഡിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ AD ഈക്വൽ ടു, ഇനിയാണ് നമ്മുടെ ടോട്ടൽ ഇക്വേഷൻ വരുന്നത്. AD ഈക്വൽ ടു C ബാർ പ്ലസ് I ബാർ പ്ലസ് CY. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് Y ഈക്വൽ ടു C ഇൻറ്റു Y, അല്ലെങ്കിൽ കൺസംഷൻ ഈക്വൽ ടു CY നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതാണിത്. ഈ ഫസ്റ്റ് പാർട്ട് നമുക്ക് അറിയുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ രണ്ട് പേരെ കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ AD കിട്ടും. AD എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടും. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ദെൻ ദിസ് ഇക്വേഷൻ ക്യാൻ ബി ഫർദർ സിംപ്ലിഫൈഡ് ബൈ ആഡിങ് ടു ഓട്ടോണമസ് ടേംസ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് C ബാർ പ്ലസ് I ബാർ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് C ബാർ പ്ലസ് I ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ C ബാർ പ്ലസ് I ബാർ പ്ലസ് CY ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ ഇക്വേഷനിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ട് ഈ C ബാറും I ബാറും നമ്മൾ കൂട്ടി അതിനെ നമ്മൾ A ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? Y ഓർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു A ബാർ പ്ലസ് Y എന്നാവും അല്ലേ? ഈ C എന്താണ്? ഈ C ആണ് MPC എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഈ സേവിങ് ആണെങ്കിൽ അതങ്ങനെ വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വന്ന വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ A ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ C ബാറും I ബാറും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് കിട്ടും. ടോട്ടൽ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ, അതിനെയാണ് നമ്മൾ A ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് A ബാർ പ്ലസ് CY ആണ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇനി നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ തരാണ്. AD അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു 20 പ്ലസ് 0.6 ഇൻറ്റു Y എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Y നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ Y എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇതിങ്ങനെ നമുക്ക് തരും. നമുക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇങ്ങനെ തരും. അപ്പോൾ നമുക്ക് എന്താണ്? ഈ Y വെച്ചിട്ട് എത്രയാണോ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വരുന്നത് അത് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡിന് ഒരു കർവ് കൂടിയുണ്ട്, അതുകൂടി നമുക്ക് വരയ്ക്കാനുണ്ട്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാനുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് പഠിച്ചാലേ അഗ്രിഗേറ്റ് സപ്ലൈ പഠിക്കുമ്പോൾ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് വരാനുണ്ട്. അതാണ് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ASഉം ADയും ഈക്വൽ ആവുന്ന പോയിന്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടി ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഒരു പ്രോബ്ലം, ഒരു ഗ്രാഫും കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രിപ്പയർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കർവ് പഠിക്കാം, സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇക്വേഷൻ വന്ന വഴി നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 20 എന്താണ്? ഈ 20 അതായത് നമ്മുടെ ഇക്വേഷൻ നോക്കടാ, A ബാർ ആണ്. A ബാർ അല്ലേ? A ബാർ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. A ബാർ പ്ലസ് 0.6 ഇൻറ്റു Y, അതായത് C ആണത്. ദെൻ Y ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ Y എത്രയാണ് തന്നിട്ടുണ്ട്? 0 ആവാം. 0 വെച്ചിട്ട് എത്രയാവാം? 100 വെച്ചിട്ട് എത്രയാവാം? 200 വെച്ചിട്ട് എത്രയാവാം? 300 ആൻഡ് 400 തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫൈനലൈസ് ചെയ്യുക നോക്കാം. നമ്മുടെ ഇക്വേഷനിൽ എന്ത് കൊടുത്താൽ മതി? ഇവിടെ Y ആണല്ലോ, അപ്പോൾ Y 0 ആവാം. Y 0 ആവാം. അതായത് ഇൻകം 0 ആവുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ അല്ലേ? ഇൻകം 0 ആവുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ C ബാർ ആയില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ Y ഇവിടെ പ്ലോട്ട് ചെയ്യുക. ഈ Yയുടെ സ്ഥാനത്ത് ഈ 0 പ്ലോട്ട് ചെയ്തു.
0.6 ഇൻറ്റു അല്ലേ വരാം, ഇവിടെ ഇൻറ്റു ആണ്, 0.6 ഇൻറ്റു 0 വരും. അപ്പം എന്താണ് 0 ആയി. 0 + 20 എന്ന് പറഞ്ഞാൽ എത്രയാണ് 20. വരുമാനം ഇല്ലാത്തപ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എത്രയുടെ വന്നിട്ടുള്ളത് 20 ആണ്. ടോട്ടൽ 20 റുപ്പീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ, ഒരു അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ആണ് വന്നിട്ടുള്ളത്. ദെൻ 100 ആയി, നമ്മുടെ വരുമാനം 100 ആയിട്ടുണ്ട്. 100 ആയപ്പോൾ അപ്പോഴും ഈ വാല്യൂവിന് മാറ്റമില്ലല്ലോ, അതായത് സി എന്ന വാല്യൂവിന് മാറ്റമില്ലല്ലോ, MPCക്ക് മാറ്റമില്ല. 0.6 ഇൻറ്റു 100 ആണ്. അപ്പം എന്തായി 60 വരും. 60 + 20 ആയി, ഇപ്പോൾ ഇവിടെ എന്തായി 80 ആയി. ഓക്കെ അല്ലേ. ദെൻ ഇവിടെ നോക്കടാ, 200 ഇൻറ്റു 0.6 ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ 120 വരും. 120 + 20 എന്തായി 140 ആയി. അതുപോലെ തന്നെ 300, ഇവിടെ 300 ഇൻറ്റു 0.6 കൊടുക്കുന്നു, 180. 180 + 20 എന്തായി 200 ആയി. ക്ലിയർ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇൻകം എത്ര ആയി കൊടുത്തു 400 ആയി. അതായത് ഈ y ഇക്വേഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ അല്ലേ, ഇതാണ് y. ഈ വൈയുടെ സ്ഥാനത്ത് എന്തായി നമുക്ക് തന്നിട്ടുള്ള ഇൻകം പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര 240 + 20 ആണ്, നമുക്ക് കിട്ടി 260. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഡാറ്റ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇനി ഒരു x ആക്സിസും ഒരു y ആക്സിസും നിങ്ങൾ വരച്ച് വയ്ക്കാം. ദെൻ x ആക്സിസിൽ നമ്മൾ എന്ത് കൊടുത്തു, ഇൻകം കൊടുത്തു, എക്സും y കൊടുത്തു. x ആക്സിസിൽ നമ്മൾ ഇൻകം പ്ലേസ് ചെയ്തു. ദെൻ y ആക്സിസിൽ നമ്മൾ എന്ത് കൊടുത്തു, ഇൻകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിമാൻഡ് ഉണ്ട് അല്ലേ, ഡി കൊടുത്തു. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. ദെൻ ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ചെയ്യണമെന്നുണ്ടെങ്കിൽ x ആക്സിൽ എത്രയാണ് വാല്യൂ, y ആക്സിൽ എത്രയാണ് വാല്യൂ എന്നുള്ളത് നമുക്ക് പേസ്റ്റ് ചെയ്യണം. ഇനി ഇൻകം നമുക്കറിയാം, ഇൻകം ഡയറക്റ്റ് 0, 100, 200, 300 ആൻഡ് 400 ഒരു അസ്യൂം ചെയ്തിട്ട് ഇവിടെ വരയ്ക്കാം. 100, 200, 300 ആൻഡ് 400. ഓക്കെ അല്ലേ, ഇത്ര വരുള്ളേ. ദെൻ ഇവിടെ 0, 100, 200, 300 ആൻഡ് 400. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ എത്രയാണ് പോയിട്ടുള്ളത് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു മെഷർമെൻറ്റ് ഇവിടെ കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7 വരെ കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ 20, 80, 140, 200, 260 ആണ്. നമുക്കൊരു 50 വെച്ചിട്ട് പോയേക്കാം അല്ലേ, 0. ദെൻ ഇവിടെ 50, ഇനി 10 to 20, 10, 20, 30 അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ലോജിക്കലി എത്ര വെച്ചിട്ടാണ് നമ്മുടെ ആ ഇൻ്റർവെൽ എന്ന് നോക്കണം, ക്ലാസ് ഇൻ്റർവെൽ എത്ര നോക്കണം. ഞാൻ ഇവിടെ 50, 100, 150, 200 എന്ന രീതിയിൽ കൊടുത്തു. 50, 100, 150, ദെൻ 200, 250, ദെൻ 300 വരെ പോവാം. മാക്സിമം 250 അല്ലേ ഉള്ളൂ, നമുക്ക് 300 വരെ പോവാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻകം 0 ആയിരിക്കുമ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എത്രയാണ്, ഇൻകം 0 ആയിരിക്കുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്തു, ഇവിടെ 20 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ അല്ലേ, ആവണമെന്നില്ല, കാരണം നിങ്ങൾക്ക് വരയ്ക്കാൻ, അതായത് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുകളിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ 20 എന്ന് അസ്യൂം ചെയ്യാം. ദെൻ നെക്സ്റ്റ് നോക്കുക, ഇൻകം 100 ആയപ്പോൾ നമ്മളുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 80 ഇവിടെ വരില്ലേ, അപ്പോൾ 80 ഇവിടെ വരും. ഇൻകം 100, ദെൻ 80 ഇവിടെ വരും. അപ്പോൾ ഇവിടെ അല്ലേ നമ്മുടെ പോയിന്റ് വരാം. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ അത് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി. ഓക്കെ അല്ലേ, എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 ഇവിടെയായി, 2 ഇവിടെയായി. ദെൻ മൂന്നാമത് നമ്മൾ നോക്കുക, ഇൻകം 200 ആയിട്ടുണ്ട്. 200 ആയപ്പോൾ ഈ 200 ആയപ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എത്രടാ 140 ആണ്. അപ്പോൾ 100 ഇവിടെ 140 ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെ പോകണ്ടേ, 140 വരുമ്പോൾ ഇവിടെ വരും. 200 ആകുമ്പോൾ 140 ഇവിടെ വരും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിനോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, 140 വരും, ഇവിടെ വരില്ലേ 200, 140 ഇവിടെ വരും. ദെൻ അടുത്ത എത്രയാടാ 300 ആണ് വരുന്നത് അല്ലേ. 300 ആവുമ്പോൾ 200 ആണ് അല്ലേ. 300 ഇൻകം വന്നപ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 200 ആണ്. അവിടെ വരും 300 ആൻഡ് 200, ഈ പോയിന്റ് വരും. എന്ത് ചെയ്യുക, ഇതും കൂടി നമുക്ക് എറേസ് ചെയ്ത് കൊടുക്കാം. പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3, 4 ആയി. ഇനി ലാസ്റ്റ് അവസാനം നോക്കുക, 400 ആയപ്പോൾ 260 ആണ് പറഞ്ഞിട്ടുള്ളത്. 400 ആയപ്പോൾ ഇവിടെ 260. അപ്പോൾ ഇങ്ങനെ വരും അല്ലേ. ഇവിടെ നോക്കടാ, ഇതാണ് അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഓക്കെ അല്ലേ, അപ്പോൾ 4 പോയിന്റ്സ് നമ്മൾ സ്ട്രൈറ്റ് പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. കണ്ടില്ലേ, ഇത് എക്സാക്റ്റ് വാല്യൂ ഇവിടെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ. ദെൻ ഇവിടെ നോക്കടാ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ എ ബാർ എന്ന് പറയുന്നത്. അതായത് എ ബാറിൽ ആരൊക്കെ വരാം, സി ബാറും ഐ ബാറും കൂടി വരാം. അതായത് നമ്മുടെ അടുത്ത് വരുമാനമില്ല, ഇൻകം 0 ആയാൽ കൂടി അവിടെ എന്ത് നടക്കുന്നുണ്ട്, കൺസംഷൻ നടക്കുന്നുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസുമേൽ എന്ത് വരുന്നുണ്ട്, ഡിമാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ഈ AD എന്ന് പറയുന്ന കർവ്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്
എവിടുന്ന് തുടങ്ങില്ല? സീറോയിൽ നിന്ന് തുടങ്ങില്ല, ഒരിക്കലും സീറോയിൽ നിന്ന് തുടങ്ങില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ എന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എ ബാർ വരിക, എ ബാറിൽ സി ബാർ. നമുക്ക് വരുമാനം ഇല്ലാത്തപ്പോഴും നമുക്ക് കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്, അതാണ് സീറോ ആയപ്പോഴും ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? അഗ്രിഗേറ്റ് ഡിമാൻഡ് 20 വന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എ ഡി ഈക്വൽ ടു 20 പ്ലസ് 0.6 ഇൻറ്റു വൈ എന്ന് പറയുന്ന ഇക്വേഷൻ ഏതാണ്? ഇതാണ്, ഈ ലൈനാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാം അഗ്രിഗേറ്റ് സപ്ലൈ. എന്താ അഗ്രിഗേറ്റ് സപ്ലൈ? അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ദ നാഷണൽ ഔട്ട്പുട്ട് ഓഫ് ദി എക്കണോമി. അതായത് ടോട്ടൽ മാർക്കറ്റിലേക്ക് ഫൈനൽ ഗുഡായിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ ഗുഡ്സിന്റെ ടോട്ടൽ വാല്യൂ, അതാണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് സെയിൽസിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആകെ മൂല്യം, അതാണ് ഈ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് സപ്ലൈയും ഇൻകവും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ സപ്ലൈ 10 കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായി? ഇൻകം 10 കൂടിയിട്ടുണ്ടാവാം. ഇൻകം 10 കൂടി കഴിഞ്ഞാൽ സപ്ലൈ 10 കൂടിയിരിക്കും. 20 ആണെങ്കിൽ 20. അപ്പൊ ഈക്വൽ ചേഞ്ചസ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആംഗിളിലായിരിക്കും അത് പോയിരിക്കുക, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അത് മനസ്സിലാവും. Then or refers to the total quantity of goods and services that producers in an economy are willing and able to supply at different price levels. ഡിമാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസിൽ ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിൽ സെയിൽസിന് വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ ക്വാണ്ടിറ്റി, ആ മൂല്യത്തിനെയാണ്, ആ മെഷർമെന്റ് ആണ് എന്ത്? അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് 45 ഡിഗ്രിയിലായിരിക്കും വരിക, ഒരു ആംഗിളായിട്ടും അത് വരാം. പിന്നെ ഞാൻ പറഞ്ഞത് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും, എ എസ് ഈക്വൽ ടു വൈ എന്നായിരിക്കും. ഇത്രയും കോൺസെപ്റ്റ് അഗ്രിഗേറ്റ് സപ്ലൈ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താണ് ആ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്, സപ്ലൈ കർവും ഡിമാൻഡ് കർവും നമുക്ക് നോക്കാം. ഇൻ ടു സെക്ടർ മോഡൽ എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് എ പോയിന്റ് ഇൻ വിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതാ ഈ പോയിന്റ്, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാം. സോ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ആവുന്ന പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ വൈ സ്റ്റാർ എന്ന് പറയുന്നത്. അവിടെ ജനറേറ്റ് ആവുന്ന ഒരു ഇൻകം ഉണ്ട്, അതാണെന്ത്? വൈ സ്റ്റാർ എന്ന് പറയുന്നത്. നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിലേതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്? ഇതെന്താണ്? എ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ള ആളെന്താണ്? അഗ്രിഗേറ്റ് സപ്ലൈ ആയിരിക്കും. അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? വൈക്ക് തുല്യമായിരിക്കും. ദെൻ ഇതെന്താണ്? ബി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ള ആരാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു ദാ എ ബാർ പ്ലസ് സി വൈ എന്ന ഇക്വേഷൻ അല്ലേ വരിക? ദാ എ ബാർ പ്ലസ് സി വൈ. ഈ സി സ്മോൾ ലെറ്റർ സി ആണ്, അത് എം പി സി ആയിരിക്കും. ദെൻ എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടാവുക? സി ബാറും ഐ ബാറും ഉണ്ട്. ഈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പി സി ആയിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എം പി സി എന്ന് പറഞ്ഞിട്ടാവും തരിക, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തരും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ ഈ ഇക്വേഷൻ ആണ് പറയാനുള്ളത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബൈ യൂസിങ് ദ ഫോർമുല വി ക്യാൻ കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈക്ക് തുല്യമാവുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ്, ആ പറയുന്ന പോയിന്റിന്റെ പേരാണ് എന്ത്? ഇക്വിലിബ്രിയം. അത് നമ്മൾ ഇ എന്ന് ഡിനോട്ട് ചെയ്യും. ആ ഇ എന്ന് പറയുന്ന ആ പോയിന്റിൽ എത്രയാണോ ഇൻകം തന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് വൈ സ്റ്റാർ എന്ന് പറയുന്നത്. സോ വൈ ഈക്വൽ ടു ആ ഇൻകം കാണാനാണെങ്കിൽ എ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി എന്ന ഇക്വേഷൻ ആണ്. ഇത് ഇതേപോലെ നിങ്ങൾ പഠിക്കണം. എ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി എന്നാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ സി എന്താ നമുക്ക് ഓൾറെഡി അറിയാം, എം പി സി ആണ്. എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയും കൂടി വരാം. ക്വസ്റ്റ്യനിൽ എ ബാറിൽ ചിലപ്പോൾ സി ബാർ ഇത്രയാണ്, അല്ലെങ്കിൽ ഐ ബാർ ഇത്രയാണ് തരാം, അല്ലെങ്കിൽ എ ബാർ ഡയറക്റ്റ് തരാം. ഇനി സി എന്ന് പറയുന്നതിന് പകരം അവിടെ എം പി സി എന്ന് ഡിനോട്ട് ചെയ്ത് തരാം, അല്ലെങ്കിൽ സി എന്ന് തന്നെ ഡിനോട്ട് ചെയ്ത് തരാം. അപ്പോൾ അതെങ്ങനെയാണ് ആ മാറ്റം, അത് നിങ്ങൾ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിൽ വരണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായാലേ അത് ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, ദെൻ 45 ഡിഗ്രിയിലെ ആംഗിൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ 45 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കാരണം ഇവിടെ എന്താണ്? ഇൻകം ഇല്ലെങ്കിലും, അതായത് സീറോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആര്? അഗ്രിഗേറ്റ് സപ്ലൈ ആണെങ്കിൽ അത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണെങ്കിൽ ഒരിക്കലും അത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. അതിൻ്റെ റീസൺ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്ക് പഠിക്കാനുള്ളതാണ് ആ ഇൻകം കാണാനുള്ള ഫോർമുല. അതായത് ഇവിടെ വരുന്ന ഈ ഇൻകത്തിനുള്ളൊരു ഫോർമുല ഉണ്ട്.
അത് നമുക്ക് എത്രയാണെന്നുള്ളത് നോക്കണം. അതാണ് എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സപ്പോസ് സി ബാർ ഈക്വൽ ടു 100, ഐ ബാർ ഈക്വൽ ടു 40, ദെൻ സി ഈക്വൽ ടു 0.3. ആ സി എന്താടാ? ഈ സി എന്ന് പറയുന്നത് എം പി സി ആണ്. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എം പി സി ഓർ സി. ഓക്കെ അല്ലേ? ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം. ആ പോയിന്റിൽ വരുന്ന ഇൻകം എത്രയാണോ അത് ഫൈൻഡ് ചെയ്യാൻ നമ്മളോട് പറയും. ഓക്കെ അല്ലേ? ഇപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്നും ഇല്ലാതെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ പ്ലേസ് ചെയ്യണം. ഓക്കെ അല്ലേ? അല്ലാത്ത പക്ഷെ ഓക്കെ അതങ്ങനെ പോട്ടെ. പക്ഷെ ഇക്വേഷൻ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ നിന്ന് നിങ്ങളോട് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറയും? ഇക്വിലിബ്രിയം ഇൻകം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല യൂസ് ചെയ്യണം. ആ ഫോർമുലയാണുള്ളത് y ഈക്വൽ ടു എ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ചെയ്താൽ മതി. ഇപ്പൊ എ ബാർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? എ ബാറിൽ കൺസംഷൻ, അതായത് എ ബാർ ഓൾറെഡി നമുക്കറിയാം. എ ബാർ ഈക്വൽ ടു സി ബാറും ആവാം, ഐ ബാറും കൂടിയതാവാം. അപ്പൊ എ ബാർ ഈക്വൽ ടു സി ബാർ എത്രയാണ് തന്നിട്ടുള്ളത്? 100 പ്ലസ് ദെൻ ഇവിടെ എത്ര? ഐ ബാർ ഈക്വൽ ടു 40 ആണ്. അപ്പോൾ 140 കിട്ടി. അപ്പോൾ എ ബാർ നമ്മൾ സെറ്റ് ആക്കി വെച്ചു 140. ദെൻ ആരുണ്ട്? 1 മൈനസ് സി എന്ന് പറഞ്ഞാൽ 1 അവിടെ നിൽക്കട്ടെ. ഓൾറെഡി നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്, അത് ഇക്വേഷനിലുള്ള വാല്യൂ ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സി ആണ് അല്ലെങ്കിൽ എം പി സി ആണ്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ സി ആണ്. അത് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട് എം പി സി എന്ന് പറയുന്നത് 0.3 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? y ഈക്വൽ ടു ഇതാ 140 മുകളിൽ കൊടുത്തു. ദെൻ 1 മൈനസ് സി എന്നാണ്. സി ഈക്വൽ ടു എം പി സി 140 ഡിവൈഡഡ് ബൈ 0.7 അല്ല കിട്ടുക. 1ൽ നിന്ന് 0.3 കുറച്ച് കഴിഞ്ഞാൽ 0.7 കിട്ടും നമ്മുടെ ടോട്ടൽ. അപ്പോൾ ആ സമയത്തെ ഇക്വിലിബ്രിയം ഇൻകം എത്രയാണ്? 200 റുപ്പീസ് ആണ്. ഇതാണ് നമ്മളുടെ ആ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഇത് നിങ്ങൾക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ആയിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇക്വിലിബ്രിയം ഇൻകം ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്മോൾ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് വൈഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് അത്ര സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു.